പറഞ്ഞ ഞാൻ ഇന്നും ചിന്തിച്ചു. ഇപ്പോഴും ചിന്തിച്ചു. എന്ത്? അത് എന്താ പ്രതാപേട്ട, പറയൂ. അല്ല, ഞാൻ എത്ര ഭാഗ്യവാനാണ്. അതെന്താ മിസ്റ്റർ, അങ്ങക്ക് ലോട്ടറി അടിച്ചോ? എനിക്കടിച്ച ബമ്പർ ലോട്ടറി അല്ലേ ഈ നിൽക്കുന്നത്. പൊട്ടന് ലോട്ടറി അടിച്ചോന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രതാപേട്ട, എന്തിനെങ്ങനെ സ്വയം താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു? പ്രതാപേട്ടന് യാതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ആവശ്യമില്ല. യു ആർ ഹാൻസം, ജെന്റിൽ ആൻഡ് വൈസ്. എന്നെ ആരും അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അത് സാരമില്ല. റാണി? അതെ, റാണി തന്നെ. ഹലോ, എന്താ വിളിച്ചേ? ഞാനും ദിവ്യയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ റാണിയുടെ കാര്യം പറയണമെന്ന് ഓർത്തപ്പോഴാ റാണി വിളിച്ചതും. അതാണ് ഈ ടെലിപതി. നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരുടെ ഫോൺ വരുന്നു. അല്ല, ഫണ്ടൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാതെ നമ്മൾ മുമ്പോട്ട് ഇറങ്ങുമോ? എന്റെ പ്രതാപേ, ഭാര്യയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വെട്ടി വിറച്ച് സംസാരിക്കണ്ട. ഫോൺ വെച്ചോ. എന്നിട്ട് അവളെ പോയി കെട്ടിപ്പിടിച്ച് കിടക്ക. നമ്മള് പിന്നെ കാമുകയാണല്ലോ, രഹസ്യക്കാരി. ഞാൻ വില്ല നോക്കാൻ പോയി കേട്ടോ. അതിന്റെ പൈസ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ചെയ്യില്ല. എന്തെങ്കിലും ഒരു ആസ്തിയെങ്കിലും എനിക്കുണ്ടാവട്ടെ. പറയാനും പിടിച്ചു നിൽക്കാനും എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതെ അതെ അതെ. അപ്പോ നമ്മള് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോട്ടെ. ഞാൻ വിളിക്കാം. ഓക്കെ 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 ഓക്കെ. വച്ചു വെച്ചോ. അവളുടെ മുഖം ചുമപ്പിക്കണ്ട. ആരാ പ്രതാപേട്ട? റാണി. അത് മനസ്സിലായി. അതാരാന്ന്? അതെ, പണ്ടേ ഉള്ളൊരു സൗഹൃദമാ. സൗഹൃദം എന്ന് പറയുമ്പോ നീ തെറ്റിദ്ധരിക്കണ്ട. ആണും പെണ്ണും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റി എനിക്ക് അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങള, MBA കാരി, ഫസ്റ്റ് റാങ്ക് ഹോൾഡറാ. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലാ പഠിച്ചത്. നമ്മുടെ കമ്പനി തുടങ്ങുമ്പോ റാണിയെ നമുക്ക് ജനറൽ മാനേജറാക്കാം, HR-ലും അക്കൗണ്ട്സിലും ഒക്കെ. അത് വേണം. അത് വേണം. എനിക്ക് നിനക്കൂടെ തനിയെ കൊണ്ടുപോകാൻ പറ്റുമോ കമ്പനി? എടി, സ്റ്റാഫുകൾ വേണ്ടേ? അത് വേണം. ഒരു 100 സ്റ്റാഫ് എന്റെ അണ്ടറിൽ വേണം. അവരെ അങ്ങോട്ടും ഭരിക്കണം. ഇത്രയും നാളും എന്നെ അല്ലേടി എല്ലാരും ഭരിച്ചത്. ഇനി ഞാൻ അങ്ങോട്ട് ഭരിക്കട്ടെ. ഈ ഡ്രസ് കോഡൊക്കെ ഒന്ന് മാറ്റണം.
കോട്ടും സൂട്ടും ഇട്ട് വെലസി അങ്ങ് നടക്കണം. ആഹാ, അടിപൊളി. ആ. നീയും നീയാണല്ലോ കമ്പനിയുടെ മുതലാളി. ഞാൻ വെറും നോട്ടക്കാരൻ മാത്രം. അങ്ങനെയൊന്നുമില്ല. പ്രതാപേട്ടന്റെ അല്ലേ എല്ലാം. ആ? നമ്മുടെ രണ്ടുപേരുടെയും പേര് മതി കമ്പനിയൊക്കെ. പിന്നെ റാണിയുടെ കാര്യം നമുക്കറിയാവുന്ന ഒരാളെ മാനേജറാക്കി വെക്കാം. കാരണം പൈസ വരുന്നതും പോകുന്നതും നമുക്കറിയണമല്ലോ. മാത്രമല്ല റാണിക്ക് ഒരുപാട് വിദേശ കണക്ഷൻസ് ഉണ്ട്. വിദേശത്തു നിന്നുള്ള ഫണ്ടേഴ്സ്, ഇത്തരം തലവേനയൊക്കെ അവളങ്ങ് നോക്കിക്കോളും. പ്രതാപേട്ടന് വിശ്വാസമാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രതാപേട്ട? ഒന്നും കാണാതെ ഞാനൊന്നും ചെയ്യത്തില്ലല്ലോ മോളെ. വ്യവസായികൾ നഷ്ടത്തിൽ, വൻകിട കമ്പനികൾ അടച്ചുപൂട്ടുന്നു. എല്ലാം അടച്ചുപൂട്ടുന്നു. ചിലരിവിടെ തുറക്കാൻ നിൽക്കുന്നു. ആ ലോക ഉടായ്പകൾക്ക് എന്തു ആവാലോ. നീ എന്നെ ഉദ്ദേശിച്ചാണോടാ എന്തെങ്കിലും പറഞ്ഞത്? ചേടാ, മനുഷ്യനിവിടെ പത്രം വായിക്കാൻ പോലും പാടില്ലേ? ഇത് നോക്കിയേ, ഓഹരി വിപണി കുത്തല താഴോട്ട്, കാള കൊമ്പൊടിഞ്ഞ് മൂക്കുകുത്തി മണ്ണി കിടക്കുന്നു. എടാ, കാള വീണാലും പോത്ത് വീണാലും പ്രതാപൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അതിനിവിടെ കിടന്ന ആരും പിറുപിറുത്തിട്ട് ഒരു കാര്യമില്ല. എടാ, കാളയെ പിടിച്ചു കെട്ടാനൊക്കെ എനിക്കറിയാം. കാളയെ പിടിച്ചു കേട്ടാ നീ ആരടാ, പൽവാൽ ദേവനോ? ഒന്ന് പോടാ അവിടെ നിന്ന്. എടാ, പോടാ. എന്നെ തല്ലണ്ട മാവാ, ഞാൻ നന്നാവൂല. പ്രതാപ, നിന്റെ അമ്മ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യം? നിനക്കേതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നോ എന്തോ ഇടപാടുകളുണ്ടെന്നോ അവളെ മാനേജരാക്കാൻ പോകുന്നു നീ ദിവ്യയോട് പറഞ്ഞുന്ന്. അതിനെന്താ? സ്ത്രീ പുരുഷ സമത്വം വേണമെന്നൊക്കെ അല്ലേ കോടതി പോയി വാദിക്കുന്നത്? നവോത്ഥാനത്തിന്റെ വിധി കൽപ്പിച്ച ആളല്ലേ, പിന്നെന്താ? കമ്പനിയിൽ പിന്നെ ആണുങ്ങളെയും ബംഗാളികളെയും മാത്രം വെച്ച് പണിയെടുപ്പിക്കാൻ പറ്റുമോ? പ്രതാപ, ഇപ്പൊ നീ പഴയതുപോലല്ല. നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, നോവിച്ചിട്ടുണ്ട്, ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കതിരിന്മേൽ കൊണ്ടുപോയി വളം വെക്കുമെന്ന് പറയുന്ന ഇതാ. അതുപോലെ നിങ്ങൾ ഈ അവസാന നിമിഷം ഇത് ഏറ്റു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഏറ്റുപറച്ചിലൊന്നുമല്ല. ഏതച്ഛനമ്മോ ആയിരുന്നു മക്കൾ നല്ലവരായിട്ട് വളരണമെന്ന് മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. അവരതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ പലതരത്തിലായിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ മകൻ ഉണ്ടാക്കി വെച്ചത് ഒരു പ്രതിക്കൂട. അതിനകത്ത് നിർത്തി അവനെ വിചാരണ ചെയ്തു, വിധിച്ചു, ശിക്ഷിച്ചു. എന്നിട്ട് എന്ത് പറ്റി? എന്റെ 10-30 കൊല്ലം പോയി തീർന്നു.
നിങ്ങൾ പറയുമല്ലോ ഗുരുവായൂർ കൊണ്ടുപോയി ചോറൂണ് നടത്തി തുലാഭാരം നടത്തി എന്നൊക്കെ. എന്ത് കാര്യത്തിനും അന്നൊന്നും എനിക്ക് ബോധം ഉദിച്ചിട്ടില്ല. ആരെ കണ്ടാലും കളിപ്പാട്ടം ചോദിക്കുന്ന പ്രായം. എന്തെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ആഗ്രഹിച്ച സമയത്തെ നിങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന ആളായത്? 10 പൈസ പോലും നിങ്ങൾ എനിക്ക് തരാത്തോണ്ട് അല്ലേ? ഇല്ലാഞ്ഞിട്ടല്ലോ. അങ്ങനെ നിങ്ങൾ എന്നെ കള്ളനാക്കി. പിന്നെ തലയ്ക്ക് തീ പിടിക്കുമ്പോ ഞാൻ ആ തീപ്പൊരി അണയ്ക്കാൻ വേണ്ടി ലഹരി തേടി പോയതേ എന്തുകൊണ്ടാ? വിശ്വാസം മാത്രമല്ല, എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ, അതാണായാലും പെണ്ണായാലും. അത് അപകടമാവും. എടാ, ദിവ്യപ്രഭ നല്ലൊരു കുട്ടിയാ. നിനക്കൊരു നല്ല കുടുംബജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. അത് വിട്ടുകളയരുത്. നാളെ നീ ഈ പറയുന്ന പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കഴുത്തിയരിച്ചു കൊന്നിട്ട് ആ കേസും കൂടെ വിധിക്കാൻ എനിക്ക് വയ്യടാ. അതുകൊണ്ട് പറഞ്ഞതാ. ഇത് ഞാൻ നിനക്ക് സൗജന്യമായി നൽകുന്ന അവസാനത്തെ ഉപദേശമാ. പറഞ്ഞത് കേട്ടല്ലോ. ദിവ്യപ്രഭയുടെ കാര്യത്തിൽ അവളുടെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവളുടെ സ്വസ്ഥത കെടുത്തുന്ന എന്തെങ്കിലും, അത് തീയോ വെള്ളമോ ആയിക്കോട്ടെ, ഈ വീട്ടിലേക്ക് ഇഴഞ്ഞു കയറി വന്നാൽ ആദ്യം വെട്ടുന്നത് ഈ ഞാനായിരിക്കും. അറിയാമല്ലോ എന്നെ. വയ്ക്കാം. ഓടാ. അങ്ങനെ നമ്മള് മുകുന്ദപുരത്തെത്തി. ഇനിയൊരു 10 മിനിറ്റത്തെ യാത്ര മാത്രമേ ഉള്ളൂ. നേരെ എന്റെ സംഗീതയുടെ അമ്മയുടെ മുന്നിലേക്ക്. സുഭദ്രാമ്മയുടെ കണ്ണുകൾക്ക് മുമ്പിൽ. നന്ദേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. അവിടുന്ന് കാറിൽ കയറി ഇവിടെ എത്തുന്നു വരെ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പേടിയാവുന്നു, അമ്മ എന്ത് പറയും, ഇങ്ങോട്ട് വരണമായിരുന്നു എന്നൊക്കെ തന്നെയല്ലേ. എടോ, ഇതൊക്കെ കാലത്തിന്റെ നിയോഗങ്ങളാണ്. ഏതോ രാവിൻ വാതിൽ ചാരി പോകുന്നു മെല്ലെ കാലം. നന്ദേട്ടാ, എന്താടോ? തേടും കാറ്റിന്റെ കയ്യിൽ വരണ്ടായിരുന്നു തോന്നുന്നു. മെല്ലെ എന്റെ നെഞ്ചിപ്പോ പൊട്ടിപ്പോവും. എന്തിന്? നിന്റെ വീട്ടുമുറ്റത്തല്ലേ നീ ഇരിക്കുന്നത്? നിന്റെ അമ്മയെ കാണാനല്ലേ നീ വന്നത്? ആരാ? എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. ഇവിടുത്തെ. ഓ, ഭദ്രാമ്മ കാണാൻ വന്നാണോ? അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആ,